വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആകും ഞങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടോ. സ്ഥിതി വിവരണ കണക്ക്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവര കണക്ക്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്പറിലോട്ട് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ആ ഒരു മോഡലുണ്ടല്ലോ, നമ്മൾ പുതിയതായിട്ട് ഇനിയും പഠിക്കാൻ പോകുന്നതാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥിതി വിവര കണക്ക് സംഖ്യകളായി അവതരിപ്പിക്കുന്ന വിവരങ്ങളുടെ പഠനമാണ് കേട്ടോ. സംഖ്യകളായിട്ട് അവതരിപ്പിക്കുന്ന വിവരങ്ങളുടെ ഒരു പഠനമാണ് സ്ഥിതി വിവര കണക്ക്. ഇത്തരം പഠനങ്ങൾ ആരംഭിച്ചത് 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ജോൺ ഗ്രാൻഡ് ആണ് കേട്ടോ. സ്ഥിതി വിവര കണക്ക് എന്ന് പറഞ്ഞാൽ ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പുതിയൊരു മോഡൽ അല്ലേ. ഓരോ പാഠങ്ങളും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ആദ്യമായിട്ട് 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ജോൺ ഗ്രാൻഡ് ആണ്. ജോൺ ഗ്രാൻഡ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജോൺ ഗ്രാൻഡ് കേട്ടോ ആണ് സംഖ്യകളായി അവതരിപ്പിക്കുന്ന വിവരങ്ങളുടെ പഠനമാണ് സ്ഥിതി വിവര കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതാരാണ് നമ്മളിപ്പോൾ ഓരോന്നിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചതെന്നൊക്കെ ഒരു ഇത് വരത്തില്ലേ നിങ്ങൾ എന്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഇല്ലേ. അപ്പം നമ്മുടെ ഒന്നാമത്തെ അല്ല ഏറ്റവും ലാസ്റ്റിലത്തെ പാഠാവും നിങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്കെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിലെ ടെസ്റ്റിൽ നിങ്ങൾ നോക്കിക്കേതാണ്ട് കണ്ടോ, ഇത് പട്ടികപ്പെടുത്തുക എന്നതാണ്. പട്ടികപ്പെടുത്തുക കേട്ടോ. അതായത് ഫ്രീക്വൻസി ടേബിള്. സ്കൂളിലെ 8A, നിങ്ങൾക്ക് ഏതൊക്കെ ഡിവിഷനാണ് നിങ്ങളെ? സ്കൂളിലെ 8A ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. ഹെൽത്ത് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓരോരുത്തരുടെയും രക്തഗ്രൂപ്പ് നിശ്ചയിച്ചത് ചുവടെ കൊടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി നമ്മുടെ ഓരോരുത്തരുടെയും ഇല്ലയോ ഇതിനകത്തിൽ എൻ്റെ ഇതിനകത്തിൽ A പോസിറ്റീവാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതിനകത്തിലുണ്ടല്ലോ. അപ്പം സ്കൂള് 8A ക്ലാസ്സിൽ 40 കുട്ടികളാണ് മൊത്തം ഉള്ളത്. എത്ര കുട്ടികളാണ്? മൊത്തം 40 കുട്ടികളുണ്ട്. ഹെൽത്ത് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓരോരുത്തരുടെയും രക്തഗ്രൂപ്പാണ് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മളോടുള്ള ചോദ്യം എന്താണെന്നറിയാമോ? ഇതിനകത്തിൽ O നെഗറ്റീവ് രക്തഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളുണ്ട്? ഇവിടെ കുറേ നമ്പറുകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ അങ്ങ് പറയാം. ഇതിനകത്തിൽ നോക്കിയേ O രക്തഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളുണ്ട് എന്നതാണ്. അപ്പം നമ്മൾ നോക്കും ഇല്ലേ, നമ്മൾ എടുത്തത് റൗണ്ട് ചെയ്തങ്ങ് വെക്കണം കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ അല്ലേ. O നെഗറ്റീവ് ഇതിനകത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. ഈ റോയിലില്ല, ഇതിലുണ്ട് 1 അല്ലേ. ഇതിനകത്തിലില്ല അല്ലേ. അപ്പോൾ O നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളുണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആകെ ആരേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ അല്ലേ. ആകെ ഒരാളേ ഉള്ളൂ. O നെഗറ്റീവ് രക്തഗ്രൂപ്പിലുള്ള ഇതിനകത്തിൽ ഒരാളേ ഉള്ളൂ ആണല്ലോ. രണ്ടാമത്തെ B നെഗറ്റീവ് രക്തഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളുണ്ട്? B നെഗറ്റീവ് നോക്കിയേ 1, ഇവിടെ 1 ഉണ്ട്. B നെഗറ്റീവ് ഇതിനകത്തിൽ 1, പിന്നെ ഇതിനകത്തിൽ ഇവിടെ. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്? B നെഗറ്റീവ് മൊത്തം 3 പേര് അല്ലേ. മൊത്തം 3 പേര്. മനസ്സിലാക്കണോ നിങ്ങൾ? ഇതിൻ്റെ ഇങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. ഇതിനെ ടാലി മാർക്ക് വെച്ചാൽ ചെയ്യേണ്ടത്. പക്ഷേ ഫസ്റ്റ് നമുക്കിതെങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ B നെഗറ്റീവ് 1, 2, 3 പേര് അല്ലേ. ഇനി O പോസിറ്റീവ് രക്തഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളുണ്ട്? O പോസിറ്റീവ് 1, 2, പിന്നെ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അല്ലേ. മൊത്തം 14 പേര് അല്ലേ. O നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള എത്ര പേരുണ്ട്? 14 പേര്. ഇനി ഏത് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത്? നോക്കിയേ, നമ്മൾ ഇതിനകത്തിൽ ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ അറിയാം അല്ലേ. പകുതി മുക്കാൽ ഇപ്പോൾ O പോസിറ്റീവ് അല്ലേ. O പോസിറ്റീവ് വന്നത് അങ്ങ് മാറി. അപ്പം ഏതാ? O പോസിറ്റീവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഏത് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കുറവായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കുറവായിട്ടുള്ളത്? നോക്കി ഇതിനകത്ത് ഏറ്റവും കുറവ് നിങ്ങൾ നോക്കണ്ട. ഈ AB അല്ലേ. ABയും കാണാൻ പറ്റുന്നുണ്ടോ? AB നെഗറ്റീവും O നെഗറ്റീവും ഒക്കെ റെയറായിട്ടുള്ള ഗ്രൂപ്പുകളാണ് കേട്ടോ. ഏതാ നിങ്ങളെ? O നെഗറ്റീവ് അതുപോലെ തന്നെ O നെഗറ്റീവ് റെയറാണ് കണ്ടോ. ഇതിനകത്തിൽ ആകെ ഒരെണ്ണേ ഉള്ളായിരുന്നു. അതുപോലെ ഒരെണ്ണം ഉള്ള വേറെ ഏതാണ്? AB പോസിറ്റീവും കണ്ടോ. AB അടിച്ചിരുന്നുണ്ട്. AB പോസിറ്റീവ് 1, 2, 3 ഉണ്ട്. AB നെഗറ്റീവോ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. 1, 2 ഉണ്ടല്ലേ AB നെഗറ്റീവ്. അപ്പോൾ അത് 1ഉം 2ഉം ഉള്ള അതേ ഉള്ളൂ അല്ലേ. ഏതൊക്കെയാണ് ഏറ്റവും കുറവുള്ളത്? ഏതൊക്കെയാ? AB അല്ലേ, നെഗറ്റീവും പിന്നെ O നെഗറ്റീവും. മനസ്സിലായോ?
ഇനി വേണമെങ്കിൽ നമ്മളോട് ഏത് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കുറവ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ എ ബി 2 ഉണ്ട് അല്ലേ, എ ബി നെഗറ്റീവ് 2 ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ഓ നെഗറ്റീവ് തന്നെ ആവും നിങ്ങളെ. ഏറ്റവും കുറവ് ഓ നെഗറ്റീവ്, ഏറ്റവും കൂടുതൽ ഓ പോസിറ്റീവ്. അതായത് ടെസ്റ്റിലെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഹൗ മെനി ചിൽഡ്രൻസ് ഹാവ് ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. മൊത്തം എന്താ ഓ നെഗറ്റീവ് രക്തഗ്രൂപ്പ് എത്ര പേരുണ്ട്? ഒരാൾ അല്ലേ. ഹൗ മെനി ഹാവ് ബി നെഗറ്റീവ്. ബി നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര്. ഹൗ മെനി ഹാവ് ഓ പോസിറ്റീവ്. ഓ പോസിറ്റീവ് മൊത്തം നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ മൊത്തം 14 പേര് വരുന്നുണ്ട് കേട്ടോ. മൊത്തം നിങ്ങൾ എണ്ണി നോക്കണേ കുഞ്ഞുങ്ങളെ, 14 പേരുണ്ട്. നാലാമത്തെ വിച്ച് ബ്ലഡ് ടൈപ്പ് ഡു ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹാവ്. ഏത് രക്തഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ? നമ്മളിപ്പോൾ എടുത്തപ്പം ഒത്തിരി ഉള്ളത് ഏതായിരുന്നു നിങ്ങളെ? ഓ പോസിറ്റീവ് ആണ് അല്ലേ. ഓ പോസിറ്റീവ്. ഏത് രക്തഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കുറവുള്ളവർ എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. ഏത് രക്തഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കുറവുള്ളതെന്ന് ചോദിച്ചാൽ ഓ നെഗറ്റീവ്. അപ്പോൾ ആ ഫസ്റ്റ് പേജിൽ ഇതേ ഉള്ളൂ. ഇപ്പോൾ ഇതില്ല കൊച്ചു പിള്ളേരുടെ കൂട്ട് അല്ലേ, ഇത് 2ലോ 3ലോ 4ലോ ഒക്കെ പഠിക്കുന്ന പോലെ എത്ര ഉണ്ടെന്ന് എണ്ണി വെക്കാനോ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പം അല്ലേ എന്തായാലും കണക്കിന് മാറ്റം വരും അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിപ്പോൾ ഇത്രയും ഉള്ളത് കൊണ്ട് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തപ്പി പറക്കിയൊക്കെ എഴുതാം. പക്ഷേ ഇതിനൊരു എളുപ്പ വഴിയുണ്ടോ നിങ്ങൾ? എന്തോന്നറിയോ? അതിനെയാണ് നമ്മൾ ടാലി മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ടാലി മാർക്ക് കേട്ടോ. നമ്മളിനി അതിനെക്കുറിച്ച് പഠിക്കാനാണ്. ഇത് നമുക്കറിയാം ഇതിനകത്തിൽ എത്ര എണ്ണം ഉണ്ട്, എങ്ങനെയാണ് ടെസ്റ്റിലെ ആദ്യത്തെ ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടോ. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ പേജിൽ അതായത് മൊത്തം എ പോസിറ്റീവ് മൊത്തം 8 എണ്ണം ഉണ്ട്, ബി പോസിറ്റീവ് മൊത്തം 7 എണ്ണം ഉണ്ട്, എ ബി പോസിറ്റീവ് എന്ന് വെച്ചാൽ മൊത്തം 5 എണ്ണം ഉണ്ട്, ഒ പോസിറ്റീവ് എന്ന് വെച്ചാൽ മൊത്തം 14 എണ്ണം ഉണ്ട്, ബി നെഗറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ അതെല്ലാം നാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ഈ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ. ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഏതാ? ഓ പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ മുമ്പ് അത്രയും നുള്ളി പറക്കി എടുത്തില്ല. അതിനൊരു എളുപ്പ വഴി നമ്മൾ ഇനിയും ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സൗകര്യമായിട്ട് അതായത് ഗ്രൂപ്പയും എണ്ണവും കൂടി ഇങ്ങനെ എഴുതിയിട്ട് എഴുതാം. ഏറ്റവും കൂടുതലാണ് 14, ഇതിൽ ഏറ്റവും കുറവ് ഓ നെഗറ്റീവ് ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇനി ഇതൊക്കെ നമ്മളിപ്പോൾ നുള്ളിപ്പറക്കി അവിടെ നിന്ന് ഇവിടുന്ന് നോക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എളുപ്പ വഴി വെച്ച് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ടാലി മാർക്ക് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ കണ്ട് ഈ ഒരു ചോദ്യം ഇനി നമ്മൾ ചെയ്യാൻ പോവുക കേട്ടോ. ഇനിയുള്ള കണക്കുകളൊക്കെ ഈ രീതി വേണം ചെയ്യാൻ. നമ്മുടെ ചോദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ചോദ്യം. ഇംഗ്ലീഷ് മീഡിയക്കാരൊന്നും നോക്കണേ നിങ്ങൾ. ഏതാണ്ട് The scores children in a class got in a test are listed below. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ആ ബോക്സിനകത്തിൽ അതായത് നമ്മുടെ ടെസ്റ്റിൽ ദാണ്ട് ഈ ചോദ്യമാണ് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൊടുത്തിട്ടുണ്ട്, ഇത്രയും നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പേപ്പറിലായതുകൊണ്ട് ചെറുതായിട്ട് കാണിച്ചതാണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുക വാട്ട് ഈസ് ദ സ്കോർ ഗോട്ട് ബൈ ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ. കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ ഏതാണ്? ഇതിനകത്ത് നമ്മൾ എങ്ങനെ നുള്ളി പറക്കിയെടുക്കും അല്ലേ? ഏതാണ്? പിന്നെ ഹൗ മെനി ചിൽഡ്രൻസ് ഗോട്ട് 8 ഓർ മോർ. 8ഉം 8ൽ കൂടുതലും കിട്ടിയ കുട്ടികൾ എത്ര എണ്ണം ഉണ്ട്? എത്ര കുട്ടികൾക്ക് 8ൽ കുറവ് സ്കോർ കിട്ടി അല്ലേ? ഹൗ മെനി ചിൽഡ്രൻസ് ഗോട്ട് 10 സ്കോർ കിട്ടിയ എത്ര പേരുണ്ട്? ഇങ്ങനെ ഇത്രയാണ് നമ്മുടെ ചോദ്യം കണ്ടോ. ഇതാണ് നമ്മുടെ ചോദ്യം. കാണാൻ പറ്റുന്നുണ്ടോ? ഇംഗ്ലീഷും മലയാളവും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാക്കിയാണ്ട് എഴുതാൻ പറ്റും. ഇതാണ് നിങ്ങളെ ചോദ്യം കണ്ടോ. ഇങ്ങനെ ആ ചോദ്യം തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് ഇങ്ങനെ ഒരു ബോക്സിൽ ഫസ്റ്റ് സ്കോർ എഴുതുക. രണ്ടാമത് ടാലി മാർക്ക്. മലയാളംകാർ സ്കോറാണ്. ടാലി മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അടയാളം കേട്ടോ, അടയാളം. പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻസ്, എത്ര കുട്ടികൾ അല്ലേ, മൊത്തം കുട്ടികൾ എത്ര ഉണ്ടോ കുട്ടികളുടെ എണ്ണവും എഴുതുക. അങ്ങനെ 3 ബോക്സ് പണിയാം കേട്ടോ. 3 ബോക്സ്. ഫസ്റ്റ് നമ്മൾ ടാലി മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്കോർ നമ്മളോട് എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തരും കേട്ടോ, അത് വെച്ചാണ് ഇവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് സ്കോർ, ടാലി മാർക്ക്, നമ്പർ ഓഫ് ചിൽഡ്രൻസ്. ഇവിടെ കുട്ടികളുടെ എണ്ണമാണ് അല്ലേ. കുട്ടികൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറുകൾ എത്ര ആണെന്ന് എഴുതാനാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. ഓരോന്നും മനസ്സിലാക്കി വേണം കുഞ്ഞുങ്ങളെ പോകാൻ കേട്ടോ. അപ്പം നമുക്ക് അത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് ഇതൊക്കെ ഇത്ര എഴുതുക. കണ്ടോ, ഇത്ര എഴുതിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യനിൽ നോക്കിയേ ഈ ഓരോരുത്തരുടെയും പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഏതാവും നിങ്ങളെ 10ആണ്. അപ്പം നമുക്കറിയാം ചിലപ്പോൾ 10ലായിരിക്കും ഈ മാർക്ക് കൊടുത്തേക്കുന്നത് അല്ലേ. ഏറ്റവും കുറവ് ഇതിനകത്തിൽ ഏതാന്ന് നോക്കിക്കേ. 1 ഉണ്ടോ? ഇല്ല. 2 ഉണ്ടോ? ഉണ്ട്, 2. നോക്കിയേ. അപ്പോൾ ഏറ്റവും കുറവ്
2ഉമാണ്, ഏറ്റവും കൂടുതൽ 10ഉമാണ്. വേറെ ഒന്നും ഇതിനകത്തിലില്ല. നോക്കിയേ, ഇല്ലല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ എങ്ങനെ എഴുതും? ഏറ്റവും കൂടുതൽ എത്രയാണ്? ഏറ്റവും കുറവ് 2ആണ് അല്ലേ? ഏറ്റവും കുറവ് 2. അപ്പോൾ ഫസ്റ്റ് 2 എഴുതുക. മനസ്സിലാക്കണേ, ഫസ്റ്റ് 2 എഴുതുക. 2 കഴിഞ്ഞിട്ട് പിന്നെ 3, 4, 5, 6, 7, 8, 9, 10. കാരണം 10 വരെയാണ് അതിനകത്തിലെ നമ്പർ. മനസ്സിലാക്കണേ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. 2 മുതൽ 10 വരെ എഴുതുക. അതെ, സ്കോർ 2 മുതൽ 10 വരെ എഴുതുക. എങ്ങനെ ഈ 2 വന്നത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തിലെ ഏറ്റവും ചെറുത് തൊട്ട് ഏറ്റവും വലുത് വരെ എഴുതുക. ഏറ്റവും ചെറുത് 2ഉം ഏറ്റവും വലുത് 10ഉമാണ്. ഇനി നമ്മുടെ ജോലി, ഇതിനകത്ത് എത്ര 2കളുണ്ട്, എത്ര 2കളുണ്ട് എന്നാണ് നമ്മൾ ഈ ടാലി മാർക്കിൽ എഴുതേണ്ടത്. അപ്പം നമ്മൾ ഈ ടാലി മാർക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമുക്കിപ്പോൾ നമ്മളോട് 8 എന്ന് പറയുന്ന ഒരു നമ്പർ ചോദിക്കുമോ? നിങ്ങൾ 8 വിചാരിച്ചോ. ആ 8 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതുമെന്നാ? എങ്ങനെയാണെന്നറിയോ? നോട്ടെ, 1, 2, 3, 4. മനസ്സിലായോ? 4 എഴുതിയിട്ട് അതിനെ എന്ത് ചെയ്യുക? എന്നിട്ട് ഈ ഫസ്റ്റ് ടു ലാസ്റ്റ് ഇങ്ങോട്ട് ഒരെണ്ണം കൊണ്ടിങ്ങനെ ഇങ്ങനെ ആക്കുക. ഇതാണ് 5 കേട്ടോ. ഈ 5 എന്ന് പറയുന്നത് എത്രയെന്നൊക്കെ 1, 2, 3, 4 എന്നിട്ടിട്ട് തന്നെ ഇങ്ങനെ എഴുതുക. അപ്പോൾ നമ്മൾക്ക് 8 അല്ലയോ ചോദിച്ചത്? 5, 6, 7, 8. അപ്പോൾ 8 എന്ന് പറയുന്നത് ഇങ്ങനെ വേണം എഴുതാൻ. മനസ്സിലാക്കണേ. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത് 12 എന്ന് പറയുക. അപ്പോൾ 5 എന്ന് വെച്ചാൽ എങ്ങനെ? 1, 2, 3, 4, 5. അങ്ങനെയാണോ? അല്ല, ഈ 5 ഇവിടെ അല്ല ഇടുന്നത് കേട്ടോ. 1, 2, 3, 4 ഇട്ടിട്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടുമ്പോഴാണ് 5. അപ്പോൾ ഒരെണ്ണമായി. അടുത്ത 1, 2, 3, 4 വീണ്ടും ഇങ്ങനെ ഒരെണ്ണം ഇടുക. അപ്പോൾ 5 5 10ആയി. 11, 12 ഇങ്ങനെ എഴുതുന്നതിനെയാണ് ടാലി മാർക്ക് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയണോ നിങ്ങളെ? ഇപ്പം നമ്മളോട് നമ്മുടെ ആൻസർ ഇപ്പോൾ 13 വെച്ചു. 13നെ ടാലി മാർക്കിലോട്ട് എഴുതുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4 ഇങ്ങനെ എഴുതുമ്പം 5 അടുത്ത 1, 2, 3, 4 വീണ്ടും ഇങ്ങനെ എഴുതുമ്പോൾ 5ആയി. അപ്പം 5ഉം 5ഉം 10ആയി. ഇനി എത്ര വേണം? 1, 2, 3. അപ്പം 5, 10, 13. മനസ്സിലായോ? ഇതാണ് ടാലി മാർക്കിൻ്റെ ഇത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് 4 മാത്രമേ ചോദിച്ചുള്ളൂ. 4 നമ്മുടെ ആൻസർ എങ്കിലോ 1, 2, 3, 4 ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? 7 ആണെങ്കിലോ നമ്മളോട് 7 ചോദിക്കുന്നെങ്കിലോ 1, 2, 3, 4 ഇട്ട് ഇങ്ങനെ ഒരു 5 6, 7. കണ്ടോ? ഇതാണ് 7. ഇപ്പോൾ പിടികിട്ടിയല്ലോ. അതായത് 5നാണ് നമ്മൾ ഈ വെട്ടി എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, മൊത്തം 2 മൊത്തം എത്ര ഉണ്ടെന്ന് എഴുതണം. ഫസ്റ്റ് 2 അല്ലായിരുന്നോ? ഫസ്റ്റ് 2 എത്ര എണ്ണം ഉണ്ടോ നിങ്ങൾ ഇവിടെ? നമുക്ക് 1ാമത്തെ റോയിൽ 2 ഇല്ല. 2ാമത്തെ റോയിൽ 1. ഇതിനകത്തിലോ ഇല്ല. ഇതിനകത്തിലോ ഇല്ല. ഇതിനകത്തിലോ ഇല്ല. ഇല്ലയോ? 2 അല്ലേ ഏറ്റവും ചെറുത്? 2 മൊത്തം ഒരെണ്ണേ ഉള്ളൂ നിങ്ങൾ കേട്ടോ. നോക്കി, മൊത്തത്തിൽ 2 ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടാലി മാർക്കിൻ്റെ അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരെണ്ണേ ഉള്ളൂ. നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഒരെണ്ണേ ഉള്ളൂ. അടുത്ത നമ്മൾ കേട്ടോ, ഇത് 2ൻ്റെ ആണ് കേട്ടോ. ആരോ ഒന്നും വരച്ച് വെക്കരുത്, നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാൽ. ഇനി അടുത്ത് നമ്മൾ 3. ഇതിനകത്തിൽ 3 എത്ര ഉണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് റോയിൽ 1 ഇതിലില്ല, ഇതിലില്ല, ഇതിലുണ്ട് 2. കണ്ടോ? ഇത്രയേ ഉള്ളൂ. 3, 2 നമ്മളിപ്പോൾ പറഞ്ഞ രീതി വെച്ച് എങ്ങനെ എഴുതും? 1, 2. അതായത് ഇവിടെ നമ്മൾ അല്ലാതെ എഴുതണം 2. കണ്ടോ? 2. ഇനി അടുത്തത് 4. 4 ഇതിനകത്തിൽ എത്ര ഉണ്ട്? 1ാമത്തെ റോയിലില്ല. 1, 2, 3, 4, 5. കണ്ടോ? മൊത്തം 5. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 5. 1, 2, 3, 4, 5. കണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? 5. അപ്പോൾ ആ 5 നമ്മൾ ഇവിടെ 5. മനസ്സിലായോ? അടുത്ത 5 ഇതിനകത്തിൽ എത്ര എണ്ണം ഉണ്ട്? 5 ഇതിനകത്തിൽ 5 ഇല്ല. ഇതിനകത്തിൽ 5 ഇല്ല. ഇതിനകത്തിൽ 1, 2, 3, 4 കേട്ടോ. 5 മൊത്തം 4. അപ്പോൾ എങ്ങനെ എഴുതും? 1, 2, 3, 4. 4 എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ കേട്ടോ. അടുത്ത 6 മൊത്തം എത്ര ഉണ്ട്? 1, 2,
3 4 5 5 എണ്ണയേ ഉള്ളൂ അല്ലേ? മൊത്തം 6. ഇവിടെ ഒരെണ്ണമുണ്ട് 6. മൊത്തം 6 എണ്ണം. 6 മൊത്തം 6 എണ്ണം ഉണ്ട്. 6 എങ്ങനെ എഴുതും? 1 2 3 4 5. ഇവിടെ 1. അപ്പോൾ എത്ര? 6 എണ്ണം. കണ്ട? ഇനി 7 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 7. 1 2 3 4 5 6 7 8 9 10 11 എണ്ണം ഉണ്ട് കേട്ടോ. 7 മൊത്തം 11 എണ്ണം. അപ്പോൾ 11 നമ്മൾ എങ്ങനെ എഴുതും? 11 7 എന്ന് എടുത്തിട്ട് 1 2 3 4 5 1 2 3 4 5. അപ്പോൾ 5 5 10 പിന്നെ 1 അങ്ങനെ 11. മനസ്സിലായോ? ഇനി 8 എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 എണ്ണം. 8 മൊത്തം 10 എണ്ണം. ഈ റൗണ്ട് ഇട്ടേക്കുന്ന എല്ലാം പോയതാ. അപ്പോൾ റൗണ്ട് ഇടാത്ത ഇനി നോക്കിയാൽ മതി. അതാ ഈ റൗണ്ട് ഇടുന്നതിൻ്റെ ഉണ്ടോ പ്രത്യേകത. 10 എണ്ണം ഉണ്ടോ? 8 മൊത്തം 10 എണ്ണം. 10 എങ്ങനെ എഴുതും? 1 2 3 4 5 1 2 3 4 5. അപ്പോൾ 5 5 10 എണ്ണം. ഇനി 9 മൊത്തം എത്ര ഉണ്ട്? 9. ഈ റോയിൽ ഇനി വെട്ടാൻ വല്ലതും ഉണ്ടോ? 1 2 3 4 എണ്ണം. കണ്ടോ? 9 മൊത്തം 4 എണ്ണം. 4 എങ്ങനെ എഴുതുന്നത്? 1 2 3 4 എണ്ണം. ഇനി 10 ഇതിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് നമ്മളിനി ഏതിനാ റൗണ്ട് അടിക്കാനുള്ളത് നോക്കിയാൽ 1 10 ഇവിടെ നമ്മൾ ഓൾറെഡി ആദ്യമേ ഒരെണ്ണം നിൽക്കുന്നത് 2 എണ്ണേ ഉള്ളൂ അല്ലേ? 10 മൊത്തം 2 എണ്ണം. 2 എങ്ങനെ എഴുതുന്നത്? 1 2 കണ്ടോ? 2. ഇനി എന്തോ ചെയ്യുന്നറിയോ? ഇതിനെ മൊത്തവും കൂടെ കൂട്ടി എന്നത് നമ്പർ ഓഫ് ചിൽഡ്രൻസ്, കുട്ടികൾ മൊത്തം എത്ര ഉണ്ടെന്ന് ഇപ്പോൾ കിട്ടും നമുക്ക് കേട്ടോ. ഇത് മൊത്തം കൂടെ കിട്ടുമ്പോൾ 2 3 1 2 1 3 3 5 8 8 4 12 12 6 18 18 11 20 18 11 ഇല്ലയോ? അപ്പോൾ 29 39 39 4 40 43 2 45. മൊത്തം നമുക്ക് 45 വരും കുഞ്ഞുങ്ങളെ കേട്ടോ. ടോട്ടൽ എത്ര? 45. മനസ്സിലായോ? ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പോൾ ഇത് ചെയ്താൽ മാത്രം മതിയോ? അപ്പം നമുക്ക് എത്രയൊക്കെ കുട്ടികളുണ്ടെന്ന് കിട്ടി. ഇനി നമുക്ക് ആൻസർ എഴുതണം കേട്ടോ. ആൻസർ എങ്ങനെ എഴുതാം? ഒന്നാമത്തത് ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ സ്കോർ ഗോട്ട് ബൈ ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ എത്ര ആണ്? ഇവിടെ കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ എത്ര? നിങ്ങളിവിടെ മൊത്തം കൂടുതൽ കിട്ടിയത് ആർക്കാ? അതുകൊണ്ട് 11 അല്ലേ ഏറ്റവും വലുത്. കൂടുതൽ കിട്ടിയത് ആർക്കാ? 7 അല്ലേ? 7 സ്കോർ 7 മാർക്ക് കിട്ടിയതാണ് കൂടുതൽ കുട്ടികൾ അല്ലേ? മനസ്സിലായോ? ഏറ്റവും വലിയ നോക്കിയേ, ഏറ്റവും കൂടുതൽ കിട്ടിയത് 11 പേർക്ക് കിട്ടി അല്ലേ? 7 മാർക്ക് 11 പേർക്ക് കിട്ടി. അപ്പം എന്താ? വാട്ട് ഈസ് ദ സ്കോർ ഗോട്ട് ബൈ ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ എത്ര? 7 പേർക്കാണ് അല്ല, 7 പേർക്കല്ല, 7 ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയത്. കൂടുതൽ കുട്ടികൾക്ക് 7 മാർക്കാണ് കിട്ടിയതെന്ന് കേട്ടോ. അടുത്ത രണ്ടാമത്തത്, ഹൗ മെനി ചിൽഡ്രൻസ് ഗോട്ട് 8 ഓർ മോർ? 8ഉം 8ൽ കൂടുതലും കിട്ടിയ കുട്ടികൾ ആരാണ്? 8 എന്ന് വെച്ചാൽ ഏതാ കുഞ്ഞില്ല? ഇതല്ലേ അല്ലേ? ഈ 8ഉം ഉണ്ടേ, 8ഉം 8ൽ കൂടുതൽ കിട്ടിയത് ആർക്കാ? അതായത് 8ൽ കൂടുതൽ കിട്ടിയതാ 10ഉം 4ഉം 2ഉം അല്ലേ? 9 മാർക്ക് കിട്ടിയ 4 പേരുണ്ട്, 10 മാർക്ക് കിട്ടിയ 2 പേരുണ്ട്, 8 മാർക്ക് കിട്ടിയ 10 പേരുണ്ട് അല്ലേ? അപ്പം ഏതൊക്കെയാ? ചോദ്യം മനസ്സിലാക്കണേ. 8 മാർക്കല്ലേ ഇത്? 8 9 10 മാർക്കാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ 8 മാർക്ക് കിട്ടിയ 10 പേര്, 9 മാർക്ക് കിട്ടിയ 4 പേര്, 10 മാർക്ക് കിട്ടിയ 2 പേര്. നമ്മളോട് ചോദിച്ചത് എന്താ? 8ഉം 8ൽ കൂടുതൽ കിട്ടിയത് എത്ര പേരുണ്ടെന്ന്. എത്ര? എങ്ങനെ എഴുതും? 10 പ്ലസ് 4 പ്ലസ് 2 എത്ര? 16 കേട്ടോ. 10 തണ്ടി ഈ 3 എണ്ണം
8 മാർക്ക് കിട്ടിയ 10 പേരുണ്ട്, 4 പേരുണ്ട്, 2 പേര്, അങ്ങനെ മൊത്തം 16 പേർക്കുണ്ട്. 16 പേര് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി ലെസ് ദാൻ 8? 8 എത്ര കുട്ടികൾക്ക് 8ൽ കുറവ് കിട്ടി? ആണ്ടെ 8 ഇവിടെ വരെയല്ലേ 8? നിങ്ങൾ 8 ആണ്ടെ 8 ഇവിടെ വരെയല്ലേ അല്ലേ? 8 കുറവ് കിട്ടിയാരാ? 7 കിട്ടിയ 11 പേരുണ്ട്, 6 കിട്ടിയത് 6 പേരുണ്ട്, 5 കിട്ടിയ 4 പേരുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ മേളിലോട്ടെല്ലാം ഉള്ള എല്ലാം എന്താ? 8ൽ കുറവ് കിട്ടിയതാ അല്ലയോ? അപ്പോൾ ഏതൊക്കെയായിരിക്കും? അല്ലേ 11, അതെല്ലാം കൂടെ ഒന്ന് കൂട്ടണം. 11 പേര്, പിന്നെ 6 പേര്, 4 പേര്, 5 പേര്, 2 പേര്, ഒരാൾ, മൊത്തം കൂടെ 29 പേര് കേട്ടോ. 29 പേർക്ക് 8ൽ കുറവ് മാർക്ക് കിട്ടിയത്. 29 പേർക്ക് 8ൽ കുറവാണ് 10ൽ കേട്ടോ. ഹൗ മെനി ചിൽഡ്രൻസ് ഗോട്ട് 10? 10 സ്കോർ കിട്ടി എത്ര പേരുണ്ട്? ഇവിടെ എത്ര പേരുണ്ട് കുഞ്ഞുങ്ങളെ 10 സ്കോർ ചെയ്തത്? നോക്കിയേ, 10ൽ എത്ര പേർക്ക് കിട്ടി? 10ൽ 10 2 പേർക്ക് കിട്ടി അല്ലേ? ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം. ഞാൻ അതിനെ മലയാളവും ഇംഗ്ലീഷും കൂടി എഴുതിയത് കേട്ടോ, കാരണം ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ സ്കോർ ഗോട്ട് ബൈ ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ ഇതിനകത്ത് നോക്കിയേ, കൂടുതൽ കുട്ടികൾക്കും 11 മാർക്കാണ് കിട്ടിയേക്കുന്നത്. 11 അല്ല, 7 മാർക്ക് കിട്ടിയ 11 പേര്, 7 മാർക്ക് കിട്ടിയ 11 പേര് കേട്ടോ. ഇനി 8ൽ കൂടുതലുള്ളതോ? 8, 9, 10 മാർക്ക് മേടിച്ച ഇത്രയും പേര്. എന്നാൽ 8ൽ കുറവ് മേടിച്ചത് ഇവിടുന്ന് മേപ്പോട്ട് 10ൽ 10 മേടിച്ച 2 പേരുണ്ട്. ലാസ്റ്റ് ചോദ്യം, 10ൽ 10 മേടിച്ചത് ആരൊക്കെയുണ്ടെന്ന് കണ്ടോ? 2 പേര്. ഇതാണ് നമ്മുടെ ടാലി മാർക്ക് എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതിനെ നിങ്ങളെ ടാലി മാർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് എക്സർസൈസ് ചെയ്യാം. നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്, ഈ പട്ടികയിൽ 2 ഒരു തവണ അല്ലേ, 2 ഒരു തവണ, 3 2 തവണ, 7 എന്ന് പറയുന്നത് 11 തവണ, ഇങ്ങനെയൊക്കെ വരത്തില്ലേ? ഇങ്ങനെ ഓരോ സ്കോറും എത്ര തവണ എന്നാണല്ലോ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്തരം പട്ടികയിൽ ഓരോന്നും എത്ര തന്നെ ആവർത്തിക്കുന്നു എന്നതിനെ പൊതുവെ നമ്മൾ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നത് എന്താ? ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത്. പട്ടികയെ ഇങ്ങനെ നമ്മൾ എഴുതുന്ന ഒരു പട്ടികയ്ക്ക് പറയുന്ന പേരാണ് ആവർത്തി പട്ടിക, ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രീക്വൻസി ടേബിൾ നമ്മളിപ്പോൾ ചെയ്തില്ലേ, ടാലി മാർക്ക് പോലെ ചെയ്തില്ലേ, ഇതിന് പറയുന്ന പേരാണ്. ഇത് ചെയ്ത ഇങ്ങനെ സ്കോറും ടാലി മാർക്കും ഇങ്ങനെ നമ്പറും ഒക്കെ എഴുതുന്നതിന് പറയുന്ന പേരെന്താണ്? ഫ്രീക്വൻസി ടേബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് ഒരു എക്സർസൈസ് ചെയ്യാം. നോക്കി, ഏതാണ്ട് ഈ ചോദ്യമാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മലയാളവും ഇംഗ്ലീഷും നിങ്ങൾക്ക് ആ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ടും എഴുതിയത്. ചോദ്യം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയണ്ടേ? ഇവിടെ നോക്കൂ നിങ്ങളെ, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ 50 ഹൗസ് ഹോൾഡ് ഓഫ് എ വില്ലേജ് ആർ ലിസ്റ്റഡ് ബിലോ. ഒരു ഗ്രാമത്തിലെ 50 കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഒരു ഗ്രാമത്തിലെ 50 കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണമാണ് നമുക്കിവിടെ ബോക്സിൽ നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ഈ പറയുന്ന പോലെ ഇത്രയും എണ്ണവും കൂടെ നമ്മൾ എങ്ങനെ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇനി അതിനകത്തിൽ ഹൗ മെനി ഹൗസ് ഹോൾഡ് ഹാവ് ജസ്റ്റ് 2 മെമ്പേഴ്സ്? 2 അംഗങ്ങൾ മാത്രമുള്ള എത്ര കുടുംബങ്ങളുണ്ട്? 4 അതിൽ കൂടുതലോ അംഗങ്ങളുള്ള എത്ര കുടുംബങ്ങൾ? ഇങ്ങനെ കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ? ടാലി മാർക്ക് എഴുതണം. നിങ്ങൾ ആ ചോദ്യം കണ്ടോ? ഇത് ഞാൻ ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതി, അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് വേണം കുഞ്ഞുങ്ങളെ ആൻസർ എഴുതാൻ കേട്ടോ. ചാടി കയറി എഴുതരുത്. ചോദ്യം നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് വേണം സ്റ്റാറ്റിൻ്റെ ആൻസർ എഴുതാൻ കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? മുമ്പ് ചെയ്ത അതേ രീതി തന്നെ എഴുതാൽ മതി. എന്താ? ടാലി മാർക്ക് ഞാൻ വരച്ചിടാം. നോക്കിയോ നിങ്ങളവിടെ നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നല്ലപോലെ നോക്കണേ. ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ്. മലയാളം ഇംഗ്ലീഷും നല്ലപോലെ ഇംഗ്ലീഷ് മീഡിയക്കാർ ആ മലയാളം നോക്കി മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമ്മളോട് ചോദിച്ചത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യനകത്തിൽ എന്തുവാണോ തരുന്നതെന്ന് നോക്കുക. ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലേ, മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ടാലി, രണ്ടാമത്തെ എപ്പോഴും എന്താ? ടാലി മാർക്കാണ്. മൂന്നാമത്തെ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, ആ കുടുംബങ്ങളുടെ എണ്ണം. ഇത് എഴുതുമ്പോൾ സൂക്ഷിച്ച് ചോദ്യം വായിച്ച് നോക്കിയിട്ട് വേണം എഴുതാൻ. ആദ്യം നമ്പർ ഓഫ് മെമ്പേഴ്സ്, എത്ര അംഗങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞതാ അല്ലേ, എണ്ണങ്ങൾ നോക്കിയിട്ട്, അതിനകത്തിലെ എണ്ണങ്ങൾ നോക്കിയിട്ട് ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ എഴുതുന്നതാണ് ഇവിടെ ഫസ്റ്റ് റോയിൽ. ഇനി അതിനെ നമ്മൾ ടാലി മാർക്കിലോട്ട് മാറ്റുക, നമ്പറിലോട്ട് മാറ്റുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുതാ. ഈ ബോക്സിലെ ഏറ്റവും ചെറുത് ഏതാ? നമ്മുടെ ടെസ്റ്റ് ആ ക്വസ്റ്റ്യൻ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്.
പേജ് നമ്പർ 203 കേട്ടോ. പേജ് നമ്പർ 203 ഒന്നാമത്തെ ചോദ്യമാണ്. നമ്മളിത് ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഇംഗ്ലീഷും കൂടെ എഴുതിയത് കൊണ്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്തിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ കുഞ്ഞുങ്ങളെ? മുമ്പത്തെ കൂട്ട് തന്നെ 2 വന്നേക്കുന്നത് അല്ലേ? 2 ഏറ്റവും ചെറുത് അല്ലേ? നോക്കിയേ, ഏറ്റവും വലുത് വന്നേക്കുന്നത് നോക്കിക്കേ. ഏറ്റവും വലുത് ഇവിടെ 13 വന്നേക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം 2 മുതൽ 13 വരെ നമ്മൾ എഴുതണം. എത്ര മുതലാണ്? ഏറ്റവും ചെറുത് 2 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 വരെ നമ്മൾ എഴുതണമെന്ന് കേട്ടോ. എന്തുകൊണ്ടാണ് വന്നത്? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇവിടെ നോക്കണം. ഇതിനകത്തിലേക്ക് ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും ചെറുത് 2, ഏറ്റവും വലുത് 13. ഇനി നമുക്ക് തുടങ്ങാം അല്ലേ? 2 എത്ര എണ്ണം ഉണ്ട്? ഏറ്റവും ചെറുത് 2 അല്ലേ? 2 എത്ര എണ്ണം ഉണ്ട്? അതുകൊണ്ട് ഫസ്റ്റ് റോയിൽ 1, രണ്ടാമത്തെ 2, 3, ഇതിലില്ല, 4, ഇതിലില്ല, 5 വേറെ ഇല്ല അല്ലേ? അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. 5 എഴുതുന്നത് എങ്ങനെയാ? 2, രണ്ടാമത്തെ ഇങ്ങനെ 2. ഇത് ഞാൻ അറിയാൻ വേണ്ടിയാണ് 2, 5 എണ്ണം അല്ലേ? ഇങ്ങനെ വരയ്ക്കലുണ്ടാ, ഞാനൊന്ന് അറിയാൻ വേണ്ടിയാണ് 2, 5 എണ്ണം. 5 നമുക്ക് എഴുതാൻ അറിയാം. 1, 2, 3, 4, 5 അല്ലേ? 5 ഇതാണ് 5 കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ വരച്ച് വെക്കല്ലേ കേട്ടോ. ഞാനിത് 2ൻ്റെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇച്ചിരി ഗ്യാപ്പിട്ട് അകത്തി വൃത്തിയായിട്ട് ഇത് വരയ്ക്കുന്ന തന്നെ നല്ല വൃത്തിയായിട്ട് വേണം. എളുപ്പം ജോലി ഒതുക്കി പകുതി ഇവിടെയും വരച്ച് പകുതി അപ്പുറത്തെ പേജിൽ ഒന്നും വരയ്ക്കരുത്. ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ടാലി മാർക്ക് ഏറ്റവും നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാവും നിങ്ങളെ ടാലി മാർക്ക് ചെയ്യാനാട്ടോ. അതിനകത്തിൽ നിങ്ങൾ നല്ല ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് മുകളിൽ നിന്ന് താപ്പോട്ട് ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ എഴുതണ്ട. ഇതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ടല്ലോ. അപ്പോൾ പിന്നെ ആൻസർ മാത്രം എഴുതാമെങ്കിൽ പുതിയൊരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് എഴുതണം. 2 കഴിഞ്ഞാൽ പിന്നെ എത്ര കുഞ്ഞുങ്ങളുടെ? 3 നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എണ്ണം വന്നേക്കുന്നത് കേട്ടോ. 3 മൊത്തം 11 എണ്ണം. എങ്ങനെ എഴുതും? 3 നോക്കിക്കേ. 3, 1, 2, 3, 4, 5, 1, 2, 3, 4, 5. അപ്പം തന്നെ എത്രയായി? 10, 11, 12, 13. സോറി 11 ഉള്ളൂ അല്ലേ? അപ്പോൾ 11 ഉള്ളൂ നിങ്ങളെ. അപ്പോൾ 10ഉം ഈ 1ഉം കേട്ടോ. 10, 1, 11 കണ്ടോ? 11 മനസ്സിലായ? 3 മൊത്തം എത്ര ഉണ്ടെന്ന്. അടുത്ത 4 നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 9 എണ്ണം കേട്ടോ. എത്ര എണ്ണം? 9 എണ്ണം. 4 മൊത്തം 9 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9 9 എണ്ണം. അടുത്ത 5 എത്ര ഉണ്ടെന്ന് നോക്കിയേ. ഫസ്റ്റ് റോയിൽ 5. 1, ഇതിനകത്തിൽ 2, 3, 4, ഇതിനകത്തിലുണ്ടോ? 5, 6 എണ്ണം കേട്ടോ. മൊത്തം 6 എണ്ണം. മനസ്സിലായോ? 5 മൊത്തം 6 എണ്ണം. അപ്പോൾ 1, 2, 3, 4, 5, 1. അപ്പോൾ 6 എണ്ണം. ഇതാണ്. അടുത്ത 6 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 നോക്കിയേ. 1, 2, 3, 4, 5, 6 എണ്ണം. 6 മൊത്തം 6 എണ്ണം തന്നെ ഉണ്ട് കേട്ടോ. 6 മൊത്തം 6. 1, 2, 3, 4, 5, 1, 6. അതും 6 എണ്ണം. ഇനി 7 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 7 ഇതിനകത്തിലില്ല. 1, 2, 3, 4, 5 കേട്ടോ. 7 മൊത്തം 5 എണ്ണം. 7, 5. 1, 2, 3, 4, 5 5 ഇനി 8 1, ഇതിലില്ല 2, 3 എണ്ണം അല്ലേ? 8 മൊത്തം 3 എണ്ണം. 8 എന്നിട്ടിട്ട് 1, 2, 3 3 എണ്ണം. അടുത്ത 9 1, ഇതിനകത്ത് ഇനിയില്ല 2, 3 3 എണ്ണം അല്ലേ? 9 മൊത്തം 3 എണ്ണം. 9 1, 2, 3 3 എണ്ണം.
ഇനി 10 ഇതിനകത്ത് ഫുള്ളായി, ഇതിനകത്തിലും ഫില്ലായി, ഇതിനകത്തിലും ഫില്ലായി. 10 കണ്ടോ, 10 ഒരെണ്ണം അല്ലേ, 10 ഒരെണ്ണേ ഉള്ളൂ, 1 10 1. ഇനി 11 ഇതിനകത്തിലുണ്ടാവും ഞങ്ങളെ, 11 ഇല്ല അല്ലേ, മൊത്തം റോയും കണ്ട ഫില്ലായി അല്ലേ, 11 ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ 0 എടുക്കണം. കാരണം അവിടെ നമ്മൾ കറക്റ്റായ ഓർഡറിൽ കൊടുക്കണം കേട്ടോ. അത് 11 ഇല്ലയെന്ന് ചോദിച്ചാൽ അവിടെ കട്ട് ചെയ്ത് 0 അവിടെ ഇല്ല. 12 എന്താണ് അവിടെ 0 ആണ്, അവിടെ ഇല്ല. പക്ഷെ 13 ഉണ്ട്, ഏറ്റവും ടോപ്പ് 13 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ, കണ്ടിത് 13 ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ 13 എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണം കേട്ടോ. ഇനി ഇതിൻ്റെ ടോട്ടൽ എടുക്കണം കേട്ടോ, എല്ലാത്തിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് എത്ര, ഇതെല്ലാം കൂടെ കൂട്ടിയത്, ഇത് മൊത്തവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നാണ് കേട്ടോ. എത്ര ഉണ്ട്, 50 അല്ലേ, മൊത്തം കൂടി 50 എണ്ണമാണ്. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് മൊത്തം കൂടി 50 എണ്ണം ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ടാലി മാർക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണേ. നമ്മൾ ഇതാ ടാലി മാർക്ക് എന്ന് ഓർത്തോണം. ഇത് ഓരോന്നും തന്നിരിക്കുന്ന ഈ നമ്പർ എടുക്കുക, ഇതിനകത്തിലെ ഏറ്റവും ചെറുത് ഫസ്റ്റിൽ എഴുതിയിട്ട് ഏറ്റവും വലുത് വരെ എഴുതുക. എന്നിട്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് കാണിക്കണം. 5 എണ്ണം വരുമ്പോൾ വെട്ടി പോവുക, എന്നിട്ട് അതിൻ്റെ നമ്പർ എഴുതുക. എന്നിട്ട് ഇതിനകത്ത് നിന്നാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ഹൗ മെനി ഹൗസ് ഹോൾഡ് ഹാവ് ജസ്റ്റ് 2 മെമ്പേഴ്സ്? 2 അംഗങ്ങൾ മാത്രമുള്ള എത്ര കുടുംബങ്ങളുണ്ട് ഇതിനകത്തിൽ? 2 അംഗങ്ങളുള്ള, നമ്മളോട് ചോദിച്ച ചോദ്യം കേട്ടോണേ കുഞ്ഞുങ്ങൾ നല്ലപോലെ. 2 അംഗങ്ങളുള്ള മൊത്തം എത്ര കുടുംബങ്ങളുണ്ട് അവിടെ? നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ കുഞ്ഞുങ്ങളെ, ഹൗ മെനി ഹൗസ് ഹോൾഡ് ഹാവ് ജസ്റ്റ് 2 മെമ്പേഴ്സ്? 2 അംഗങ്ങൾ മാത്രമുള്ള എത്ര കുടുംബങ്ങളുണ്ട്? നോക്കിയേ, അംഗങ്ങളുടെ എണ്ണം 2 വന്നത് ഇവിടെ എത്ര കുടുംബമുണ്ട്? 5 പേര് അല്ലേ, 5. എന്താ ചോദ്യം കേട്ടണം, അംഗങ്ങളുടെ എണ്ണം 2 വരുന്നത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5. അപ്പോൾ അതിൻ്റെ ആൻസർ 5, ഒന്നാമത്തെ കിട്ടി. കണ്ടല്ലോ. 2, ഹൗ മെനി ഹൗസ് ഹോൾഡ് ഹാവ് 4 ഓർ ലെസ്? 4 അതിൽ കുറവോ അംഗങ്ങളുള്ള എത്ര കുടുംബങ്ങളുണ്ട്? 4 എന്ന് പറഞ്ഞല്ലേ, 4 എന്ന് പറയാം, 4 അതായത് ഓർത്തോണേ, അതിൽ കുറവോ ഉള്ളത്, അതിൽ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എണ്ണം ഉള്ളതും 2 എണ്ണം ഉള്ളതും ഒക്കെ അതിൽ വരുന്നതാണല്ലോ. 4 അതിൽ കുറവോ, ചോദ്യം കേട്ടോ, അതിൽ കുറവോ ഉള്ള അംഗങ്ങളുള്ള എത്ര കുടുംബങ്ങളുണ്ട്? ഈ 3 എണ്ണം അല്ലേ, 4 3 2, അതൊക്കെ എത്ര? 9 പ്ലസ് 11 പ്ലസ് 5, എത്ര കുടുംബങ്ങളുണ്ട്? 11 9 20 5 25. അപ്പോൾ അവിടെ എത്ര വരും? 25 വരും. മനസ്സിലാക്കണേ എങ്ങനെയാ വന്നതെന്ന്. നമ്മുടെ ചോദ്യം അതാ ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് വായിക്കണം. ഹൗ മെനി ഹൗസ് ഹോൾഡ് ഹാവ് 4 ഓർ ലെസ്? 4 അതിൽ കുറവോ അംഗങ്ങളുള്ള എത്ര കുടുംബം? അംഗങ്ങൾ താണ്ടി ഇതാന്നേ അംഗങ്ങളുടെ റോയ്. അപ്പം 4 കുറവുള്ള, 4 കുറവാണ് 3 2, ബാക്കിയുള്ള എല്ലാം 4 കൂടുതലല്ലേ. അപ്പോൾ ഇതിങ്ങ് കൂട്ടിയാൽ മതി, മൊത്തം 25 കേട്ടോ. അടുത്ത നമ്മളോട് ചോദിച്ചത് 10 അതിൽ കൂടുതലുള്ള എത്ര കുടുംബങ്ങളുണ്ട്? മൂന്നാമത്തെ എന്തുവാ? 10 അതിൽ കൂടുതലോ ഉള്ളത് എത്ര കുടുംബങ്ങളുണ്ട്? നോക്കിയോ നിങ്ങളെ, 10 എന്ന് പറയുന്ന ഇതാണ് അല്ലേ. ഇവിടെ നിന്നും കൂടുതലുള്ള എത്ര കുടുംബമുണ്ട്? ഇങ്ങോട്ട് നോക്കിയേ, അതിൽ കൂടുതലുള്ള 11 12 13 ഒക്കെ അതിൽ കൂടുതലുള്ള മൊത്തം എത്ര പേരുണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ എത്ര? 2. മനസ്സിലാക്കണേ കേട്ടോ. 10 അതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ 10 അംഗങ്ങളുള്ളത് ഇതുണ്ട്, ഇത് 4 എണ്ണമാണ്. ഇതിനകത്തിൽ ഇവിടെ 2 ആരുമില്ല. അപ്പോൾ ഉള്ളത് ഇവിടെ ഒരു എണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ മൊത്തം 2 എണ്ണമാണ് ഇവിടെ. ഇനി ഹൗസ് ഹോൾഡ് ഓഫ് വാട്ട് സൈസ് ഒക്വയർ ദ മോസ്റ്റ്? എത്ര അംഗങ്ങളുള്ള കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന്? ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നോക്കിക്കേ, ഏതാ? 11ാമത്തെ അല്ലേ. അംഗങ്ങൾ കൂടുതലുള്ള ഏതാണ്? 3. അംഗങ്ങളുടെ എണ്ണം കൂടുതൽ 3 പേരുള്ളത് 11 കുടുംബങ്ങളാണ് ഇവിടെ. 11. ഇത് നിങ്ങൾ ഈ റോയം നോക്കി ഏറ്റവും കൂടുതലുള്ള ഏതാ? 11. കണ്ടോ, ഈ 11 കേട്ടോ. ഈ 11 വരുന്നത് എത്ര? 3 അംഗങ്ങളുടെ ചോദ്യം നോക്കണേ കേട്ടോ. കുടുംബങ്ങളുടെ എണ്ണം 11, അംഗങ്ങളുടെ എണ്ണം 3. അംഗങ്ങളുടെ എത്ര അംഗങ്ങളുള്ള കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്രയാണ്? 3 അംഗങ്ങളുള്ള കുടുംബം കേട്ടോ. അവിടെ എങ്ങനെ എഴുതും? 3 3 അംഗങ്ങളുള്ള കുടുംബം.
ഉണ്ട്. ഇതിൻ്റെ എല്ലാ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. നമ്മുടെ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്, ഏറ്റവും കുറവുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ റോയിൽ നോക്കിയേ, 11 കുടുംബങ്ങളുള്ള എണ്ണം. 11 കുടുംബങ്ങളുടെ എണ്ണമാണ് 11. അതേതാ, അവിടെ അംഗങ്ങൾ 3. തിരിച്ചും മറിച്ചും ചോദ്യം നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ കേട്ടോ. ഇവിടെ 3 3 കേട്ടോ. പിന്നെ ഇത് 2 25 5. ഓക്കെ ആണല്ലോ. ഇത് ഇത്ര ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണം കുഞ്ഞുങ്ങൾ കേട്ടോ. എന്നിട്ട് നമുക്ക് പാർട്ട് 2 ഇടാം. ഓക്കെ, താങ്ക് യു.